കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പൊഴുതില്ല. 25-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് പറയുന്നു, യഹോവേ, ഞാൻ നിങ്കലേക്ക് മനസ്സുയർത്തുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. 34 വന്നപ്പോൾ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു. തൻ്റെ അനുഭവത്തിൽ നിന്നാണ് താൻ പറയുന്നത്. ലജ്ജകളും അപമാനങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട സമയത്ത് താൻ മനുഷ്യമുഖത്തേക്കോ അധികാരങ്ങളിലേക്കോ ഒന്നും നോക്കിയില്ല. ഒറ്റപ്പെട്ടു പോയ സമയത്തും ദൈവമുമ്പാകെ മുട്ടുമടക്കി ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു, ദൈവത്തെ ആരാധിക്കുമായിരുന്നു, മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കുമായിരുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സകലത്തിൻ്റെ നേരെയും പാഞ്ഞു ചെല്ലാൻ തനിക്ക് നിയോഗമുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ അനുഭവം പറയുകയാണ്. മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നില്ലേ? സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ? വീട്ടിലുള്ളവർ പ്രാധാന്യം കൊടുക്കാതെ നിന്ന പഴയ അനുഭവങ്ങൾ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ തന്നെ ദൈവം ലജ്ജിക്കും. സഹോദരന്മാർക്ക് എത്താൻ പറ്റാത്ത ഇടത്ത് ദൈവം തന്നെ എത്തിച്ചില്ലേ? കയ്യിൽ ആടിനെ മേയ്ക്കുന്ന ഒരു ഉണക്കവടിയുള്ളവൻ്റെ കയ്യിൽ ദാവീദിന് പറയാൻ പറ്റും, എൻ്റെ കയ്യിലിപ്പോൾ ഒരു രാജതണ്ടുണ്ട്, ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ദാവീദ് പറയാം. ഓവേ അടിയനെന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവങ്കലേക്ക് നോക്കിയത് കൊണ്ടാണ്, ആ ദൈവത്തേക്ക്. അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയാം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവിടുന്ന് എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. കാത്തിരിക്കുന്നവരെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് അവരെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെ ദാവീദിനറിയാം. കുരുൾ താഴ്വര വരുമ്പോൾ മരണത്തിൻ്റെ നിഴലാണ്, അവിടെ ആർക്കും ഇറങ്ങി വരാൻ പറ്റില്ല. അവിടെയും കൂടെ ഇരിക്കുന്ന നല്ലൊരിടയനെ ദാവീദിനറിയാം. സ്തോത്രം, സ്തോത്രം. അപ്പനും അമ്മയെ ഉപേക്ഷിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന നല്ലൊരപ്പനെ ദാവീദിന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. നമുക്കാർ നന്മ കാണിക്കും, നിനക്കിനി എവിടെ നിന്നൊരു നന്മ വരും എന്ന് പലരും ദാവീദിനെ നോക്കി ചോദിച്ചപ്പോൾ, ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ജീവനുള്ള ദൈവത്തിങ്കലാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ താൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. സ്തോത്രം. നന്മ കാണിക്കാൻ ആരുണ്ട്, നിനക്കിവിടെ നന്മ വരുമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ച നന്മയുടെ തുക എത്ര വലുതാണെന്ന് 31-ാം സങ്കീർത്തനത്തിൽ താൻ അനുഭവത്തോടെ എഴുതി വെച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ അവിടുത്തെ മുൻപാകെ ഒന്ന് പറയണം. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയ ഞങ്ങൾക്ക് ലജ്ജിച്ചു പോകാൻ ഇടയായിത്തീർന്നു. കഷ്ടകാലത്ത് വേദനയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ എല്ലാവരും മാറിപ്പോയപ്പോഴും കഷ്ടകാലത്ത് ഉത്തരമർന്നുന്ന യാക്കോബിൻ്റെ ദൈവത്തെ ദാവീദ് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ വിജയത്തിൻ്റെ കൊടി ഉയർത്തുമെന്ന് താൻ 20-ാം സങ്കീർത്തനത്തിൽ പ്രഖ്യാപനം ചെയ്യുക. വിലാപങ്ങളും കഷ്ടങ്ങളും
വേദനകളുടെയും അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ വൃദ്ധമാക്കി, റെട്ടഴിപ്പിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചു. കാരണം ഞാൻ മൗനമായിരിക്കാതെ അങ്ങേക്ക് സ്തുതി പാടേണ്ടതിന്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് ചുമ്മാ എഴുതി വെച്ചതല്ല, അനുഭവങ്ങളിലൂടെയാണ് താനത് പാടിയത്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം 13-ാമത് വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സ്തോത്രം. കൂടെ സ്ലീഹൻ പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ. എന്തിനാണ് പരീക്ഷ? നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാം നമുക്കുണ്ട്. അടുത്ത ഗ്രേഡിലേക്ക് കൊണ്ടുപോകാൻ പരീക്ഷ എഴുതുന്നവർക്കല്ലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, അടുത്ത ഗ്രേഡിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഒരിടത്ത് ഒതുങ്ങിയിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ആത്മാവിൽ വളർന്ന് ശക്തരായി അഭിഷേകത്തോടെ നിന്ന് കോട്ടകളെ ഇടിക്കാനുള്ള നിയോഗം പ്രാപിച്ച് പൊളിക്കേണ്ടതിനെ, നിർമൂലമാക്കേണ്ടതിനെ, നശിപ്പിക്കേണ്ടതിനെ പൊളിച്ച് ആത്മാവിൽ ചിലതിനെ പണിയാൻ ദൈവത്തിൻ്റെ നിയോഗം വെളിപ്പെട്ട് വരണമെങ്കിൽ ചില ടെസ്റ്റുകൾ പാസ്സാവണം. സ്തോത്രം. അത് തകർക്കാൻ വേണ്ടിയല്ല. യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത തൻ്റെ ജനത്തെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് ദൈവം ഒരുക്കി വെച്ച രാജ്യങ്ങളിതാണ്. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ യുദ്ധത്തിൽ ജയിക്കാൻ, ശക്തരാകാൻ, പുറകോട്ട് പോകാനല്ലല്ലോ ദൈവം നമ്മളെ വിളിച്ചത്. ജീവിതത്തിൽ വരുന്ന ചില സാധനകൾ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ, ശക്തരാക്കാൻ, കരുത്ത് പകരാൻ, കൈകൾക്ക് ബലം നൽകാൻ ആണെന്ന് ഇന്ന് പകലത്ര പേർ തിരിച്ചറിയും. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. ആകയാൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ അടുത്ത ഭാഗം നോക്കൂ. ദൈവം വിശ്വസ്തൻ. ഈ പരീക്ഷ നൽകുമ്പോഴും പരീക്ഷ നൽകിയ ദൈവം നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. അവിടെ ഇറങ്ങി വരും. ചോദ്യപേപ്പർ തന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സിലായോ? പരീക്ഷയൊക്കെ ഹോളിൽ കയറ്റി ഇരുത്തിയിട്ട് അവിടെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. നീ തകർന്നു പോകാൻ, തളർന്നു പോകാൻ, ക്ഷണിച്ചു പോകാൻ അനുവദിക്കില്ല. വിശ്വസ്തനായൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ നീ ഒറ്റയ്ക്കല്ല എഴുതുന്നത്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. നീ ക്ഷണിച്ചു പോയാൽ നിന്നെ താങ്ങാൻ, ബലം നഷ്ടപ്പെട്ടാൽ നിന്നെ കരുത്തിലെടുക്കാൻ അവിടുന്ന് അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അടുത്ത നോക്കൂ. ദൈവം നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്. അപ്പം ഈ പരീക്ഷ സഹിക്കാൻ കഴിയേണ്ടതിന്, അതിനു മീതെ വന്നാൽ നമ്മൾ തകർന്നു പോകും. നമ്മൾ തള്ളിപ്പറയും. ഇത് ദൈവത്തിനറിയാം. അതുകൊണ്ട് സഹിപ്പാനുള്ള കൃപ, കഷ്ടത ഡയറക്റ്റ് തരില്ല പ്രിയരെ. കഷ്ടത കൃപയ്ക്കകത്ത് പൊതിഞ്ഞാൽ നമുക്ക് തരുന്നത്. എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. സഹിപ്പാൻ കഴിയാത്തത് തരില്ല. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ, അല്ലെ 5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ, 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ നമ്മൾ 50 കിലോ ഭാരം കൊടുക്കില്ല. അവനത് എടുക്കാൻ പറ്റില്ല, അവൻ വീഴും. അവൻ എടുക്കാവുന്നതേ കൈ കൊടുക്കുകയുള്ളൂ.
ഇതാ നമ്മുടെ ദൈവം വിശ്വസ്തനാന്ന് പറയുന്നത്. ഓ, എനിക്ക് മാത്രം എന്താ ഇത്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ചിലരോട് നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം നൽകാൻ, ഗ്രേഡിന് ചേഞ്ച് വരുത്താൻ, അടുത്ത തലത്തിൽ ആത്മാവിൽ പോരാടാൻ, പ്രാർത്ഥനയിൽ ശക്തരാകാൻ, ചില മുഖങ്ങളെ പൊട്ടിച്ചെറിയാൻ, ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ പറയാൻ, ഇരുട്ടിലിരിക്കുന്നവരോട് വെളിച്ചത്തിൽ വരാൻ പറയാൻ, ആ അധികാരത്തിൻ്റെ ശക്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ചിലതിലൂടെ നടക്കേണ്ടി വരും. അത് ആവർത്തിച്ച് പറയുന്നു, തീർക്കാനല്ല, സഹിപ്പാൻ കഴിയേണ്ടത് പരീക്ഷയുടെ കൂടെ അവൻ പോക്കുവഴി എന്ന് പറഞ്ഞാൽ പോം വഴിയും ഉണ്ടാക്കുമെന്നർത്ഥം. അതിനകത്തൊരു വഴി ഉണ്ടാവും, അതിനകത്തൊരു വിടുതൽ വരും, അതിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങും. എബ്രായന്മാരെ തീച്ചുളയ്ക്കകത്തിട്ടിട്ട് അതിനകത്ത് ദൈവം ഇറങ്ങി വന്നില്ലേ? അവരതിനകത്തൂടെ നടന്നില്ലേ? തീരുമെന്ന് പറഞ്ഞതിനകത്തൂടെ നടത്തിയില്ലേ? നീ തീരുമെന്ന് പറഞ്ഞല്ലേ നിന്നെ അതിനകത്തിട്ടത്? പക്ഷേ 3 പേരെ ഇട്ട് 4 പേര് കെട്ടഴിഞ്ഞവരായിട്ടാ. 3 പേരെ കെട്ടിയല്ലേ ഇട്ടെ, പക്ഷെ 4 പേരും അതിനകത്തൂടെ നടക്കുക. തീരുമെന്ന് പറഞ്ഞതിനകത്തൂടെ ഒരു പോം വഴി, ഒരു വഴി കണ്ടോ, അതിനകത്തൂടെ ദൈവം നിന്നെ നടത്തും. തലകീഴ യേശുവിനെ തള്ളിയിടാൻ നോക്കിയപ്പോൾ നമുക്കറിയാം, യോഹന്നാൻ 4 ലൂക്കോസ് 4:30 തോന്നുന്നു, അവൻ അതിനകത്തൂടെ കടന്നുപോയെന്ന് പറഞ്ഞാൽ ഓൺ ഹിസ് വേ എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അവൻ്റെ വഴി അതിനകത്തുണ്ടായി. നീ തകരുമെന്ന് ചിന്തിക്കുന്നതിനകത്തൂടെ വഴി ഉണ്ടാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. അതാണ് പരീക്ഷയുടെ റിസൾട്ട്. നിന്നെ ശക്തിയോടെ പുറത്തു കൊണ്ടുവരുന്ന, അനേകർക്ക് അടയാളമാക്കി മാറ്റുന്ന, ബലം കൽപ്പിക്കുന്ന, പതറിപ്പോകാതെ ഫൈറ്റ് ചെയ്യാനുള്ള കരുത്ത് നൽകുന്ന തലത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ കഴിയും. എത്ര പേരൊന്ന് സ്തോത്രം ചെയ്യും? വന്നതിന് സ്തോത്രം ചെയ്യ. കർത്താവേ, ഈ പരീക്ഷ ഞങ്ങളുടെ തകർച്ചയ്ക്കല്ല, ഞങ്ങളെ ബലപ്പെടുത്താൻ, ഞങ്ങൾക്ക് കൃപമേൽ കൃപ നൽകാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരാൻ ഞങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നതിന് സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നതിന് സ്തോത്രം. കർത്താവേ, സഹിപ്പാൻ കഴിയേണ്ടതിനും ഇത് അവിടുന്ന് ഞങ്ങൾക്കൊന്നും തരില്ലല്ലോ. അതിനകത്ത് നിർത്തുന്ന ദൈവം, കൃപയിൽ പൊതിഞ്ഞ് ഞങ്ങളെ നടത്തുന്ന ദൈവം, അതിനെല്ലാം ഞങ്ങൾ സ്തോത്രം. ബലം വ്യാപരിക്കട്ടെ, കരുത്ത് വ്യാപരിക്കട്ടെ, അടുത്ത തലത്തിലേക്ക് ഞങ്ങൾ എത്തട്ടെ, ആത്മാവ് ഞങ്ങൾ കൊതിക്കട്ടെ, അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ജനം വിടുതൽ പ്രാപിക്കട്ടെ, ധൈര്യം വരട്ടെ. സകല മഹത്വമായി യേശു നാമം തന്നെ ആമേൻ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം പരീക്ഷയുടെ കൂടെ പോം വഴിയും ഉണ്ടാക്കി നമ്മെ പുറത്തു കൊണ്ടുവരുന്നവൻ, കരുത്തോടെ നിർത്തുന്നവൻ. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.